ആശുപത്രിക്കുള്ളിൽ കൊടി പിടിച്ച് മുദ്രാവാക്യം മുഴക്കിയ ആരോഗ്യമന്ത്രിക്ക് സ്വീകരണം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്നലെയാണ് കെ മുരളീധരന് സ്വീകരണം നൽകിയത്. ആശുപത്രികളിൽ കൊടി പിടിച്ചുള്ള രാഷ്ട്രീയ പ്രചരണം പാടില്ല എന്ന സ്വന്തം താക്കീത് നിലനിൽക്കെയാണ് ആരോഗ്യമന്ത്രി തന്നെ സ്വീകരണം ഏറ്റുവാങ്ങിയത്. കണ്ണനായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണനായർ സ്വന്തമായി തന്നെ പറഞ്ഞതാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ മുദ്രാവാക്യം വിളികളോ കൊടി ഉയർത്തലുകളോ ഒന്നും അനുവദിക്കില്ല എന്നത്. പക്ഷേ ഇത്തരത്തിലൊരു സ്വീകരണം ഒരു തരത്തിലും തടയുന്നത് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുമില്ല. എന്താണ് വിവരങ്ങൾ? ഒരു വാക്ക് രണ്ട് പ്രവൃത്തി എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ അദ്ദേഹം സന്ദർശിച്ചു. അതിന്റെ ഭാഗമായിട്ട് എത്തിയപ്പോഴാണ് NGO അസോസിയേഷൻ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം മുഴക്കി മന്ത്രിയെ സ്വീകരിച്ചത്. മന്ത്രിയെ സ്വീകരിച്ച ശേഷം അവർ ഷാള് അണിയിച്ചാണ് മന്ത്രിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ സമയത്തൊക്കെ തന്നെ മുദ്രാവാക്യം മുഴക്കുന്നതോ കൊടി പിടിച്ചുള്ള ഈ പ്രതികരണങ്ങളെ ഒന്നും തന്നെ ആരോഗ്യമന്ത്രി വിലക്കിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം വലിയ വിവാദമായ ഒരു സംഭവമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ DYFI പ്രവർത്തകർ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിൽ മന്ത്രി വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. കൊടി പിടിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആശുപത്രികൾ അനുവദിക്കരുത് എന്നുള്ള കാര്യത്തിലേക്കാണ് അന്ന് മന്ത്രിയുടെ പ്രസ്താവന പോയത്. എന്നാൽ ആ പ്രസ്താവനയുടെ ചൂടാറുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം NGO അസോസിയേഷൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വേണമെങ്കിൽ മന്ത്രിക്ക് ആ നീക്കം തടയാമായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തി ശരിയല്ല എന്ന് മന്ത്രിക്ക് പറയാമായിരുന്നു. പക്ഷേ മന്ത്രി ആ സ്വീകരണം ഏറ്റുവാങ്ങുകയും അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനു മുൻപ് ആ പ്രസ്താവന നടത്തിയത് ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്ക്, DYFIക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീന്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ അത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. ആരോഗ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ.